أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق. വിശുദ്ധ ഖുർആനിലെ സൂറ അലഖ് എന്ന അധ്യായത്തിലെ രണ്ടാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: സർവവും സൃഷ്ടിച്ച നിന്റെ നാഥൻ്റെ നാമത്തിൽ ഓതുക. ഇഖ്റ എന്നത് അള്ളാഹുവിൽ നിന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ആദ്യ വചനമാണ്. ഇതിൽ ഇസ്ലാമിൻ്റെ ആഗമനത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ വലിയ വലിയ പ്രവചനങ്ങളെക്കുറിച്ചുമുള്ള വിളംബരപ്പെടുത്തലുകളും അടങ്ങിയിരിക്കുന്നു. എഴുതി വച്ച എന്തെങ്കിലും ഒന്ന് വായിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ഇഖ്റ എന്ന പദം ഉപയോഗിക്കുന്നത്. എന്നാൽ അതിൻ്റെ മറ്റൊരർത്ഥം വിളംബരപ്പെടുത്തുക എന്നുമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിൻ്റെ അർത്ഥം നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥൻ്റെ നാമത്തിൽ നീ ഈ ഗ്രന്ഥത്തെ വിളംബരപ്പെടുത്തുക എന്നതായി മാറുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, വിശുദ്ധ ഖുർആൻ ആദ്യം തന്നെ നൽകിയ സന്ദേശം ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമായി ഇറങ്ങിയ ഒന്നല്ല, മറിച്ച് എല്ലാ സമുദായങ്ങൾക്കും വേണ്ടി ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ബൃഹത് ഗ്രന്ഥമാണ് എന്ന് പറയുന്നു. ഹസ്രത്ത് മൂസ അലൈഹിസ്സലാമിന് ആദ്യ ദിവസം ഇറങ്ങിയ ഇൽഹാം പ്രകാരമായിരുന്നു: ഞാൻ നിന്നെ ഫിർഔൻ്റെ അടുക്കലേക്ക് അയക്കുകയാണ്, എൻ്റെ ജനങ്ങളെ, അതായത് ബനി ഇസ്രായേലുകാരെ മിസ്രിൽ നിന്നും ഇറക്കുന്നതിന് വേണ്ടി. യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ യഥാർത്ഥ ജോലി എന്ന് പറയുന്നത് ഹൃദയ പരിശുദ്ധി വരുത്തുക എന്നുള്ളതാണ്. അതുപോലെ ശൈത്താൻ്റെ പിടിയിൽ അകപ്പെട്ട ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്നതും, അതുപോലെ ഭയഭക്തിയുടെ വഴി അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നതും പ്രവാചകന്മാരുടെ യഥാർത്ഥ ജോലികളിൽപ്പെട്ടതാണ്. എന്നാൽ മൂസ അലൈഹി ഇസ്ലാമിന് നൽകിയ സന്ദേശത്തിൽ ഇക്കാര്യങ്ങളൊന്നും തന്നെ എടുത്തു പറയുന്നില്ല. അതുപോലെ ഈസാ അലൈഹി ഇസ്ലാമിന് അള്ളാഹു സന്ദേശം നൽകുകയുണ്ടായി. ഇതിലും അടിസ്ഥാനപരമായ ഒരു കാര്യങ്ങളെ സംബന്ധിച്ചും പരാമർശം ഉണ്ടായിട്ടില്ല. ഇത്രമാത്രമാണ് പറഞ്ഞത്: ഒരു പ്രാവ് ഇറങ്ങി വരികയും ആകാശത്ത് നിന്ന് ഒരു ശബ്ദമുണ്ടാവുകയും ചെയ്തു. അതിൽ പറഞ്ഞു, നീ എൻ്റെ പ്രിയപ്പെട്ട മകനാണ്. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യത്തെ വചനം തന്നെ ഇറങ്ങിയത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് വിളംബരപ്പെടുത്തുക. നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളെ അവനിലേക്ക് വിളിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴു ലോകത്തിനുമായി വന്ന ഒരു പ്രവാചകനാണ് എന്ന് വിളംബരപ്പെടുത്തുന്നു. അതുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടമയായിരുന്നു എല്ലാ ജനങ്ങളിലേക്കും ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ദൈവ വഴിയിൽ നിന്ന് വ്യതിചലിച്ചവരെ തിരിച്ച് ദൈവ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതും. ഇഖ്റ എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം ഏതെങ്കിലും എഴുതപ്പെട്ട ഒന്ന് വായിക്കുക എന്നുള്ളതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ളതിൽ ഒരു മഹാപ്രവചനം അടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു ഗ്രന്ഥം ഇത് എഴുതപ്പെട്ട ഗ്രന്ഥമായിരിക്കും. അതിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ തുടർച്ചയായിക്കൊണ്ട് പാരായണം ചെയ്യുന്നതായിരിക്കും. വിശുദ്ധ ഖുർആനെപ്പറ്റി നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു ഗ്രന്ഥം അത് ഇറങ്ങുന്നതോടൊപ്പം തന്നെ എഴുതപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ലോകത്ത് വിശുദ്ധ ഖുർആന് മുമ്പ് വന്ന ഒരു ഗ്രന്ഥം പോലും അത് ഇറങ്ങുന്ന സമയത്ത് എഴുതപ്പെട്ടിട്ടില്ല. ഖുർആൻ മാത്രമാണ്, അതായത് പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥം. തുടക്കത്തിൽ തന്നെ അതിൻ്റെ സംരക്ഷണവും അള്ളാഹു തന്നെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇഞ്ചീൽ നമുക്കിന്ന് ലോകത്ത് കാണാൻ സാധിക്കും. എന്നാൽ ഒരു ക്രിസ്ത്യാനി പോലും പറയുകയില്ല ഇത് യേശുവിൻ്റെ കാലത്ത്, അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് എഴുതപ്പെട്ടതാണ് എന്ന്. ലോകത്ത് വിശുദ്ധ ഖുർആൻ അല്ലാതെ മറ്റൊരു ഗ്രന്ഥവും തുടക്കത്തിൽ തന്നെ എഴുതപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ തുടർച്ചയായിക്കൊണ്ട് പാരായണം ചെയ്യാനും നിർബന്ധമാക്കപ്പെട്ട ഒരു ഗ്രന്ഥവും മറ്റൊന്നില്ല.
ഇഖ്റ എന്നുള്ളതിൽ ഈ പ്രവചനം കൂടി അടങ്ങിയിട്ടുണ്ട്. ഈ ഗ്രന്ഥം ലോകത്ത് എഴുതപ്പെട്ടതാണ്, അതുപോലെ തന്നെ അത് തുടർച്ചയായിക്കൊണ്ട് പാരായണം ചെയ്യുന്നതുമാണ്. തുടർന്ന് പറയുന്നു, ബിസ്മി റബ്ബിക, നിന്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക. ഇവിടെ റബ്ബിക എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു പുതിയ ഒരു കാര്യത്തിലോട്ടാണ് വെളിച്ചം വീശുന്നത്. യഥാർത്ഥത്തിൽ റബ്ബ് എന്ന് പറയുന്ന ആ അസ്തിത്വത്തിൽ മുശ്രിക്കീങ്ങളും വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ യഹൂദന്മാരും വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ ക്രിസ്ത്യാനികളും തങ്ങളുടെ വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് തെറ്റായ രീതിയിലാണ് അവർ ആ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ വിവരിക്കുന്നത്. ഉദാഹരണമായി മുശ്രിക്കീങ്ങൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്, എന്നാൽ അതോടൊപ്പം തന്നെ അവർ ലാത്ത്, ഉസ്സ എന്ന് പറയുന്ന 2 ബിംബങ്ങളെയും അവർ ആരാധിക്കുന്നുണ്ട്. അതുപോലെ ക്രിസ്ത്യാനികൾ പറയുന്നു, നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പക്ഷേ ഈസാ നബിയെ അവർ അള്ളാഹുവിൻ്റെ പുത്രനായി കണക്കാക്കുന്നു. യഹൂദികളുടെയും അവസ്ഥ ഇതുപോലെ തന്നെയാണ്. കാരണം അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹു യഹൂദികൾക്കല്ലാതെ മറ്റാർക്കും ഇൽഹാം ഇറക്കുന്നില്ല എന്നാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.